கடிச்சு குதிரை ஒரு ஹண்டிங் டாக் வரணும். அப்படி யாரா இருக்கா? இருந்தாரு. ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ഇന്ത്യൻ 2 ട്രെയിലർ പുറത്തിറങ്ങി. ട്രെയിലർ കണ്ട മലയാളികൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു പ്രിയ നടനുണ്ട്. 2021 അന്തരിച്ച മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാരണവർ കഥാപാത്രം നെടുമുടി വേണു. അന്തരിച്ച നെടുമുടി വേണു എങ്ങനെയാണ് 2024 ഇറങ്ങാനിരിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുവെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നിക്കാണും. എന്നാൽ സംഭവം സത്യമാണ്. ഒന്നാം ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന CBI ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രത്തെ AI സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇന്ത്യൻ 2 വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. 2020 സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളാൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു. 2021 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് മരണപ്പെടുന്നത്. നെടുമുടി വേണുവിനെ ഒരിക്കൽ കൂടി കാണാനാവുമെന്നത് മലയാളികളെ സംബന്ധിച്ച് സന്തോഷം പകരുന്ന കാര്യമാണ്. നെടുമുടിക്ക് വേണ്ടി മറ്റൊരാളാണ് ഇന്ത്യൻ 2 ശബ്ദം പകർന്നിരിക്കുന്നത്. ട്രെയിലറിൽ പ്രാധാന്യത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. എന്നാൽ നെടുമുടി വേണുവിനെ കൂടാതെ അന്തരിച്ച തമിഴ് സിനിമാ താരങ്ങളായ മനോബാല, വിവേക് എന്നിവരെയും ഇന്ത്യൻ 2 ട്രെയിലറിൽ കാണാം. ഇന്ത്യൻ സിനിമയ്ക്ക് ഈ അതുല്യ പ്രതിഭകൾ നൽകിയ സംഭാവനകൾക്കുള്ള ആദരസൂചകമായി ഈ താരങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗങ്ങളും AI, ACGI എന്നീ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. 2021 വിവേകിൻ്റെ മരണം. വിവേകിൻ്റെ രംഗങ്ങളെല്ലാം നേരത്തെ തന്നെ ചിത്രീകരിച്ചു വച്ചിരുന്നതിനാൽ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. 2023 മനോബാലയുടെ അന്ത്യം. ആരോഗ്യാവസ്ഥ മോശമായതിനാൽ മനോബാലയ്ക്ക് ഇന്ത്യൻ 2 അഭിനയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ രംഗങ്ങളെല്ലാം പൂർണ്ണമായും VFXലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരെ പോരാടുന്ന കഥാപാത്രമായി കമൽഹാസൻ തകർത്തഭിനയിച്ച ഇന്ത്യൻ 1996 പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജെയിൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. സാങ്കേതികമായി വളരെയധികം മികച്ചു നിൽക്കുന്ന സിനിമ ജൂലൈ 12 മുതൽ തിയേറ്ററുകളിലെത്തും. രണ്ടാം ഭാഗം പൂർത്തിയായി 6 മാസത്തിന് ശേഷം മൂന്നാം ഭാഗം തിയേറ്ററുകളിലെത്തുമെന്ന് കമൽഹാസൻ നേരത്തെ പറഞ്ഞിരുന്നു. ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രത്തിൽ കമൽഹാസനൊപ്പം കാജൽ അഗർവാൾ, സിദ്ധാർത്ഥ്, ബോബി സിംഹ, രാഹുൽ പ്രീത് സിംഗ്, SJ സൂര്യ, പ്രിയ ഭവാനി ശങ്കർ, സമുദ്രക്കനി, ബ്രഹ്മാനന്ദം, കാളിദാസ് ജയറാം തുടങ്ങിയവരും അണിനിരക്കുന്നുണ്ട്.